എന്തല്ല സുഖല്ലേ? അടുത്ത ട്രിപ്പ് വണ്ടർലസ്റ്റിന്റെ എഡിറ്റിംഗ് ഉണ്ട്, മഹാരാഷ്ട്ര വരെ പോകാനാണ്. കറക്റ്റ് ടൈമിന് തന്നെ വണ്ടി അവർ കൊടുത്ത് ഫുഡും കാര്യങ്ങളും അതുപോലെ തന്നെ ഫുഡ് വെക്കാനുള്ള കാര്യങ്ങളൊക്കെ വണ്ടിയിലേക്ക് ലോഡ് ചെയ്യുന്നുണ്ടായിരുന്നു. എല്ലാ പരിപാടിയും കഴിഞ്ഞ് ആൾക്കാരിലും വന്ന് വണ്ടി എടുത്ത് വിട്ട് ഗോണിക്കൊപ്പം കഴിഞ്ഞ ആളുകൾ കുട്ടിക്കൊമ്പനൊക്കെ കണ്ട് നേരം വെളുത്ത് ടോളത്തെ വണ്ടി സൈഡാക്കി. പള്ളിതേപ്പം പോകുന്നവരും മാത്രമേ ഇപ്പം നടക്കുമോ, കാരണം കുളിക്കാനൊരു ഓപ്ഷൻ മുമ്പിലായിരുന്നു. എല്ലാം കണ്ടില്ലേ എന്തൊക്കെ കഷ്ടപ്പാടാണ്. എല്ലാവരും ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള പരിപാടി തുടങ്ങി. ഫുഡ് ഉണ്ടാക്കിയിട്ടാണ് ഒന്ന് കഴിക്കുന്നത്. ഇപ്പോൾ ഫുഡും കാര്യങ്ങളൊക്കെ അവർ വെക്കുന്ന ഗ്യാപ്പിൽ തുറക്കാത്ത കമ്പിളി പോയി പായിട്ട് പിടിച്ചിറങ്ങുന്ന ആദർശം വിഷ്ണു. ഞാൻ 2-3 ബക്കറ്റ് വെള്ളം ഞാൻ പൊടിച്ച് ആദർശം കൂടെ ഉണ്ടായിരുന്നു. മൂന്നാളും കൂലിയൊക്കെ കഴിഞ്ഞ് ഫുഡ് വെക്കുന്നകത്തേക്ക് പോകുമ്പോൾ ഏകദേശം ഫുഡൊക്കെ ആയിട്ടുണ്ടായിരുന്നു. വെജ് ബിരിയാണി നല്ല കച്ചമ്പറും അച്ചാറായിരുന്നു ഫുഡ്. അങ്ങനെ ഫുഡ് കഴിച്ച് ഞങ്ങൾ വണ്ടി എടുത്ത് വിട്ട് കുറച്ച് മുമ്പോട്ടത്ത് നിർത്താൻ പറഞ്ഞു. നൈറ്റ് ഫുഡിലേക്കുള്ള കുറച്ച് പച്ചക്കറികൾ വാങ്ങി. ഞാൻ എടുത്ത ഗ്യാപ്പിൽ 2-3 കുട്ടികൾ വന്ന വണ്ടിയെ കണ്ട് അവർ കുറെ കഥയൊക്കെ പറഞ്ഞു. അങ്ങനെ അതിലേ പോയ കുറച്ച് സ്കൂൾ വണ്ടികൾ എനിക്ക് ഉണ്ടായിരുന്നു. അവരൊക്കെ കുറെ ടാറ്റയൊക്കെ കിട്ടി. ഞാൻ വീരപ്പൻ്റെ ആ ലുക്കെല്ലാം കണ്ട് വീടെടുത്ത് ആസ്വദിച്ച് യാത്രകൾ അടിപൊളിയായിട്ട് തുറന്നുണ്ടായിരുന്നു. ഞാൻ ഏകദേശം ഡെസ്റ്റിനേഷനിൽ എത്തിയത് രാത്രിക്കായിരുന്നു. രാവിലെ എണീച്ച് ക്യാബിനിൽ നോക്കുമ്പോൾ ഉപ്മാവും പഴംപൊഴിഞ്ഞതൊക്കെ ഉണ്ടായിരുന്നു. അവരെ ഭക്ഷണം ഉണ്ടാകുന്ന ബഹളം കേട്ടാണ് എണീച്ചത്. ഇനി അവരെ ഭക്ഷണം കഴിച്ച് അവർ പള്ളിയിലേക്ക് അങ്ങോട്ട് പോകും. അപ്പോൾ നമ്മുടെ പരിപാടി കിടന്നുറങ്ങാൻ. ഇതാ ഒരുത്തനെ കണ്ടല്ലേ, കുറച്ച് തണലും കുറച്ച് കാറ്റും മതി കിടന്നുറങ്ങാൻ. അപ്പോൾ അടുത്ത വീട്ടിൽ കാണാം. ചേട്ടാ ബൈ ബൈ.